സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ദേവ്ജിയോടായിട്ട് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്റെ വീടിനെ കുറിച്ച് ഓർത്തിട്ടാണെന്നും അത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് മങ്ങിക്കൊണ്ടിരിക്കുക. അത് മിക്കവാറും എന്നിൽ നിന്നും കൈവിട്ട് പോകും സർ എന്നിങ്ങനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലുമില്ല, വീട് കൺമണിക്ക് തിരികെ തന്നെ കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവ്ജി. എന്നാൽ കൺമണി അത് എങ്ങനെയാണെന്ന് ചോദിക്കും. വീടിന്റെ പ്രമാണമാണെങ്കിൽ വരുണിന്റെ പേരിലല്ലേ, അത് തിരിച്ചു വാങ്ങാനുള്ള ലോണും ഇതുവരെ ശരിയായിട്ടില്ല, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വീട് കൺമണിക്ക് തിരികെ തന്നെ കിട്ടിയിരിക്കും, ദൈവം വിചാരിക്കുന്ന തന്നെ കൂട്ടിക്കോ, കൺമണിക്ക് ആ വീട് കിട്ടിയിരിക്കും എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ് ദേവ്ജി. അതേസമയം വരുണും അച്ഛനും തമ്മിൽ കരീം സാഹിബിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പരസ്പരം. കരീം സാഹിബിനെ കുറിച്ച് വരുൺ ആശങ്കപ്പെടുന്ന കേൾക്കുമ്പോൾ വരുണിന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ വീട് അങ്ങനെ ബലമായിട്ട് ആർക്കും പിടിച്ചുകൊണ്ടുപോകാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കുന്നു. ഇതേ സമയത്താണ് കരീം സാഹിബ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ വെറും കരീം ദാദയല്ല, ദാദവും കി ദാദ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുമ്പോ വരുണും വരുണിന്റെ അച്ഛനും ഒക്കെ ശരിക്കും ഷോക്കാവുന്നുണ്ട്. ശേഷം കരീം സാഹിബ് പറയും, ഞാൻ വന്ന കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം, എന്റെ പേര് കരീം സാഹിബ്. ഇന്റർനെറ്റില് നമ്മളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും, സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇന്നലെ വീടും പറമ്പും ഞാൻ കണ്ടു, എനിക്കത് വലിയ ഇഷ്ടമായി, അത് ഞാൻ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങളത് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് വരുണിന്റെ അച്ഛൻ ചാടി എഴുന്നേൽക്കുമ്പോ പക്ഷെ ഞാനത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു, അപ്പൊ പിന്നെ നിങ്ങളത് കൊടുത്തല്ലേ പറ്റൂ, ആ വീട് വിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വരുണും പറയുകയാണ്. ഗുണ്ടായുസം കാണിച്ചാലൊന്നും വീട് നിങ്ങളുടെ പേരിൽ എഴുതി തരില്ലെന്ന് വരുണിന്റെ അച്ഛനും പറയുന്നത് കേട്ടിട്ട് കരീം സാഹിബ് നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ വീട് ഞാൻ ആർക്കും വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വരുണും തീർത്ത് പറയുന്നത് കേട്ടിട്ട് കരീം സാഹിബ് തിരിച്ചു പറയുകയാണ്, വരുൺ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു, ഞാൻ വാങ്ങാൻ തീരുമാനിച്ച പിന്നെ വിൽക്കേണ്ടവൻ വിൽറ്റേ പറ്റൂ. ഇത് കേട്ട് വരുൺ ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോ മോൻ പോലീസിൽ പരാതി കൊടുത്തു, ഞാനൊരു സമയം തരും, ആ സമയത്തിനുള്ളില് മോൻ സമ്മതിച്ചാൽ മതി, എങ്കിൽ മോന് നല്ലത്. പിന്നെ കരീം സാഹിബിനെ പറ്റിച്ച് മറിച്ചു വിൽക്കാമെന്ന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ആഗ്രഹിക്കാൻ മോന് യോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് മോനെ, ഞാൻ നിനക്കൊരു സമയം തരും, ആ സമയത്തിനുള്ളിൽ നീ സമ്മതിച്ചാൽ നീ പറയുന്നിടത്ത് രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് രജിസ്ട്രേഷൻ. പിന്നെ മോന്റെ ആ ചങ്ങാതി ഉണ്ടല്ലോ CI അനിൽ, അയാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു, അനിരുദ്ധ് സാറിനോട് ചോദിച്ചാൽ മതി, എന്നെ കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ എന്നാ രജിസ്ട്രേഷന് സൗകര്യമെന്ന് മോനൊന്ന് ആലോചിക്ക്, കരീം സാഹിബ് ഒന്നുകൂടെ വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരീം സാഹിബ് അവിടുന്ന് പോവാണ്. പേടിച്ചു പോകുന്നുണ്ട് വരുണും. അതിനുശേഷം മഹിയും കൃഷ്ണനും തമ്മിൽ സംസാരിക്കുമ്പോൾ കരീം സാഹിബിനെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും കരീം സാഹിബ് വന്നതുകൊണ്ട് കൺമണിയുടെ വീട് അവൾക്ക് തിരിച്ചു കിട്ടി, ഈ തലവേദന അങ്ങ് അവസാനിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി നീ ഇനിയും ജയിലിൽ കയറേണ്ടി വരും എന്നെല്ലാം മഹി പറയുന്നത് കേട്ടിട്ട്, എടാ കൺമണിക്ക് വേണ്ടി ജയിലെന്നല്ല ഏത് നരകത്തിൽ വേണമെങ്കിലും ഞാൻ പോകും, എന്നാൽ ഇതൊക്കെ വെറും ആദ്യ പ്രേമത്തിന്റെ ആവേശമാണെന്നും ആദ്യ പ്രണയത്തിന്റെ വെറും ഒരു ചൂട് അത്രേ ഉള്ളൂ എന്നും മഹി പറയുന്നത് കേട്ടിട്ട്, എടാ ജീവിതത്തിലെ ഒരു ഘട്ടത്തില് എത്ര പെണ്ണുങ്ങളാ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്, നിനക്കും അത് അറിഞ്ഞൂടെ, അതും ഏതൊക്കെ തരത്തിലുള്ളവര്, സൂപ്പർ മോഡലുകൾ, താരങ്ങൾ, ഗായകർ, എന്തിന് നമ്മുടെ കമ്പനിയിൽ ഏതൊക്കെ പോസ്റ്റിൽ നിന്നവര്, നീ അതൊക്കെ മറന്നുപോയടാ. ഇത് ഞാൻ സ്ത്രീകളെ ചെറുതാക്കിയോ ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല, സംഗതി സത്യമാണല്ലോ, ചുറ്റിലും പെണ്ണുങ്ങളില്ലാതെ ഒരു സമയമെങ്കിലും ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോടാ. അതുപോലെ മാനസ എന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, ഒരു പുഞ്ചിരിക്ക് വേണ്ടി എന്റെ പുറകെ നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാ, ഞാനൊരു പെണ്ണിനെ ആദ്യമായിട്ടല്ല കാണുന്നത്, അടുത്തറിയുന്നത്, പക്ഷെ ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ പറയുക, ഒരു യഥാർത്ഥ പെണ്ണിനെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു പെണ്ണിനെ ആദ്യം കാണുന്നതുകൊണ്ടല്ല, ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് കൺമണിയോട് ഇത്രയും ഇഷ്ടമുള്ളത്. എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ട്. മുൻപ് വന്നിരുന്ന പെണ്ണുങ്ങൾ എന്നെ വിട്ടു പോകുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പോ കൺമണി എന്നെ വിട്ട് ഒന്ന് മാറി നിന്നാൽ മതി, എന്റെ ഹൃദയം തകർന്നു പോകുന്ന പോലെയാ. ഇതെല്ലാം കേട്ട് മഹി ഉടനെ ചോദിക്കുന്നുണ്ട്, എടാ ഇത്രമാത്രം നീ കൺമണിയിൽ അഡിക്റ്റ് ആവാൻ അവൾക്ക് എന്ത് പ്രത്യേകതയുള്ളത്? അപ്പൊ കൃഷി പറയും, എടാ അവള് തന്നെ ഒരു അത്ഭുതമാടാ. ശേഷം മഹി ചോദിക്കും, ഏതെങ്കിലും സാഹചര്യത്തിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഏയ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ആ ചോദ്യം തന്നെ ആവശ്യമില്ലാത്തത്. അച്ഛൻ എത്രയും പെട്ടെന്ന് ഒന്ന് വന്നാൽ മതിയായിരുന്നു, വന്നാൽ ഉടൻ തന്നെ ഞാൻ ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കും. തുടർന്ന് മഹി കൃപയെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. നല്ല മാറ്റമുണ്ടെന്ന് സന്തോഷത്തോടെ മറുപടി കൊടുക്കുകയാണ്. പിന്നീട് മഹി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, സാഗർ സാറിനെ കൺമണിയുടെ കാര്യം പറഞ്ഞ് എങ്ങനെ ആ വിഷയം അവതരിപ്പിക്കും? അതൊക്കെ ദേവ് സാർ നോക്കിക്കോളെന്ന് പറയുന്നുണ്ട് കൃഷ്. ദേവ് സാറിലാണ് എന്റെ പ്രതീക്ഷ. അല്ല, ആരെ ഓഫീസിലെ പുതിയ ഇറക്കുമതി വരാൻ പോകുന്ന ഡിസൈനർ, അത് മാനസയുടെ ആളാണെന്ന് ഉറപ്പല്ലേന്ന് കൃഷും പറയുന്നുണ്ട്.
ആര് വന്നാലും ശരി നമ്മൾ അവളെ പൊളിച്ചടക്കും എന്നും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ കൃഷും മഹിയും കൂടിയിട്ട്. ശേഷം കൃഷ് പറയും സമയം വൈകി, അവിടെ പട്ടാളക്കോട്ടയ്ക്കകത്ത് കഴിയുന്ന എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ പറയുന്ന കേട്ടിട്ട് മഹി അത് പട്ടാളക്കോട്ടയല്ല രാവണക്കോട്ടയാണെന്ന് പറയാണ്. ശ്രീരാമന് സീതയെ കാണാൻ എന്ത് രാവണക്കോട്ട, ഇങ്ങനെയും പറഞ്ഞ് വലിയ സ്റ്റൈലിലായിരുന്നു പോവാണ് കൃഷ്. ശേഷം ദേവജിയുടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നു. കൃഷ് ആയിരിക്കും വന്നിട്ടുള്ളതെന്ന് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺമണി വേഗം ഓടിച്ചെന്ന് തുറക്കാനൊക്കെ നോക്കുമ്പോ ദേവജി പറയും കൺമണിയോട് അവിടെ ഇരിക്കാൻ, ഞാൻ പോയി തുറന്നു കൊടുക്കാന്ന്. കൃഷ് ആണെങ്കിൽ ചാടിക്കേറി അകത്തേക്ക് വരാൻ തുടങ്ങുന്നതും ദേവജി കൃഷ്ണനെ തടഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല എവിടേക്കാ, ഓഫീസ് കാര്യങ്ങളൊന്നും 6 മണിക്ക് ശേഷം പറ്റില്ലെന്ന് പറയുമ്പോ കൃഷ് ചമ്മലയുടെ ഞാൻ കൺമണിയെ കാണാൻ വന്നാന്നുള്ള രീതിയിൽ കൺമണിയെ ചൂണ്ടിക്കാണിക്കുമ്പോ നിനക്ക് കൺമണിയോട് എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവജി. കൃഷ് ആണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ചിരിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് ദേവജി പറയും പ്രേമമാണെങ്കിലും ശരി 6 മണിക്ക് ശേഷം പറ്റില്ല, അതിന് ഞാൻ അനുവാദം നൽകുന്നതല്ല. കൺമണിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കൃഷിന്റെ അവസ്ഥ ഓർത്തിട്ട്. കൃഷ് ദേവജിയെ ഒരുപാട് സോപ്പിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ദേവജി വിട്ടുകൊടുക്കുന്നില്ല, ഒരു രക്ഷയില്ല. കൃഷ്ണനോട് വീട്ടിൽ പോകാൻ പറഞ്ഞ് ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ്. ആ സമയം കൃഷ്ണ ദേവജിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ദേവ് സാർ ഇങ്ങനെ ചൂടാവുന്നത് കാണുമ്പോ തന്നെ എന്തൊരു കലയാ, എന്താ ഒരു തേജസ്, ഒരു രാജകലയാ. അതുപോലെ ദേവ് സാറിന്റെ ഈ കമാൻഡിങ് പവർ അതൊക്കെ സൂപ്പറാ. ഇതൊക്കെ കേട്ട് സുഖിക്കുന്ന ദേവജി ആണെങ്കിൽ കൺമണിയെ കണ്ടോളം പെർമിഷൻ കൊടുക്കുന്നുണ്ട് കൃഷിന്. കൃഷ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം തിടുക്കത്തോടെ കൺമണിയുടെ അടുത്തേക്ക് ഓടാൻ നോക്കുന്നതും ദേവജി കൃഷിനെ പിന്നിൽ നിന്ന് പിടുത്തോടുകയാണ്. എന്നിട്ട് ചോദിക്കും എങ്ങോട്ടാ, അല്ല സാറ് പറഞ്ഞല്ലോ കൺമണിയെ കണ്ടോളാന്ന്, അതാ ഞാൻ എന്ന് പറയുമ്പോ നീ എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചു, തിരിച്ച് ഞാനും ഒന്ന് സന്തോഷിപ്പിച്ചു, കാര്യമാക്കണ്ട. ദേവജിയുടെ തമാശകളൊക്കെ കണ്ടിട്ട് കൺമണിക്ക് ചിരി വെട്ടുന്നുണ്ട്. ഉടനെ കൃഷ്ണൻ തന്റെ അവസാനത്തെ ആയുധം എടുക്കുകയാണ്. സിമ്പതിയിലൂടെ അടുത്തേക്ക് കയറാമെന്നുള്ള തന്ത്രം ദേവജിയോട് കെഞ്ചിക്കൊണ്ട് പ്ലീസ് ദേവ് സാർ എനിക്ക് നല്ല വിശപ്പുണ്ട്, കൺമണിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഒന്ന് കഴിച്ചോട്ടെ, കഴിച്ചിട്ട് ഞാൻ ഉടനെ പൊക്കോളാം. കൃഷ് അങ്ങനെ കിടന്ന് കെഞ്ചുന്ന കാണുമ്പോ നിനക്ക് ഇത്തിരി വിശപ്പ് കൂടുതലായിപ്പോ, പിന്നെ ആഹാരം കഴിച്ചിട്ട് നീ ഉടനെ വിട്ടോളണം. അത് സമ്മതിച്ചുകൊണ്ട് കൃഷ് ആണെങ്കിലും എനിക്ക് കൺമണി ഉണ്ടാക്കിയ ആഹാരം കഴിക്കാൻ കൊതിയായിട്ട് വയ്യാന്നും പറഞ്ഞുകൊണ്ട് തിടുക്കത്തോടെ ഓടി പോകുന്നുണ്ട് അകത്തേക്ക്. ശേഷം കൺമണിയുടെ അടുത്ത് നിന്നിട്ട് കൺമണി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഭക്ഷണം എന്താ വരാൻ പറഞ്ഞ് കൺമണി കൃഷ്ണനെ ഡൈനിങ് സീറ്റിൽ പിടിച്ചിരുത്തി ഭക്ഷണ സാധനങ്ങളെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്താണ് കേട്ടോ ദേവ്ജി ഓപ്പോസിറ്റ് ചെയറിൽ വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ദേവ്ജി അവിടെ വന്നിരിക്കുന്നത് കാണുമ്പോ കൃഷ്ണന് ശരിക്കും കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് ദേവ്ജിയെ. എന്നിട്ട് ദേവ്ജി ഒഴിവാക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ദേവ്ജിയോട് പറയും അത് പിന്നെ ഊടുമേശയിൽ ഇരുന്നിട്ടേ വായിച്ചുകൂടാ, ആര് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേവ്ജി അത് പണ്ടെന്റെ മുത്തശ്ശി പറഞ്ഞത്, അങ്ങനെ ചെയ്താൽ മരിച്ച നരകത്തിൽ പോയെന്നും പറഞ്ഞു. അപ്പൊ ദേവ്ജി പറയും സാരമില്ല, നിന്നെപ്പോലുള്ളവരുടെ കൂടെ അല്ലേ ഇവിടെ കഴിയുന്നത്, അപ്പൊ പിന്നെ നരകത്തിൽ പോയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശേഷം കൃഷ് പ്രൈവസി എന്ന് പറയുമ്പോ എടാ നീ നോക്ക്, ഇവളെ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഇവളുടെ അച്ഛന് വാക്ക് കൊടുത്തിരിക്കുക എന്നിങ്ങനെ ദേവ്ജി പറഞ്ഞു കേട്ടിട്ട് അതെന്തിനാ സാറാ ഞാൻ ഇനി അങ്ങോട്ട് കൊടുക്കുന്നത്, ഞാൻ കൺമണി എടുത്തതല്ലേ എന്നാൽ ആ മറുപടി ദേവ്ജി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. നീ മര്യാദയ്ക്ക് കഴിച്ചിട്ട് പൊക്കോ, കൺമണി ഇവനെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്തായാലും ദേവ്ജി ഇതും പറഞ്ഞ് അവിടുന്ന് പോകുന്നത് കാണുമ്പോൾ കൃഷിന് ആശ്വാസമാവുന്നുണ്ട്. ദേവ്ജി പോയതിനു ശേഷം കൺമണിയോട് തനിക്ക് ആഹാരം വാരിത്തരാൻ കൃഷ് ആവശ്യപ്പെടുകയാണ്. കൺമണി അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നും കൺമണിയുടെ കൈകൊണ്ട് ഇങ്ങനെ ആഹാരം കഴിക്കണമെന്ന് കൃഷ് പറയുന്നത് കേട്ടിട്ട് ദേവ്ജി അപ്പുറത്തൊന്നും വിളിച്ചു പോവുകയാണ്. അതിന് കെട്ടി വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. കൃഷിന് ദേഷ്യം വരുന്നുണ്ട് ദേവ്ജിയുടെ ഈ അനാവശ്യമായിട്ടുള്ള കമന്ററി കേട്ടിട്ട്. ഇങ്ങേരെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചാടി നിൽക്കുമ്പോ കൺമണി കൃഷിനെ അവിടെ തന്നെ പിടിച്ചിരുത്തും. പിന്നീട് കാണിക്കുന്ന അമ്മായിമാരാണെങ്കിൽ ജോലി പോയതിലുള്ള സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതിന് കാരണക്കാരിയായ മാനസയും കുറ്റം പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് വരുന്ന ധനലക്ഷ്മി ചോദിക്കും എന്തിനാ മാനസയെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, മാനസയെ വെറും GM, അവിടുത്തെ MD ആരാ, കൃഷ്, ചെയർമാൻ സാഗർ സാറ് കൃഷിന്റെ അച്ഛൻ. ഈ രണ്ടുപേരും കൺമണിയുടെ കൈവെള്ളയില്ല. കൃഷും സാഗർ സാറും അനുവദിക്കാതെ അവിടെ ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ മാനസിക ധൈര്യം വരൂ, അതും കൺമണിയുടെ അമ്മായിമാരെ. ചത്തത് കീചകനെങ്കിലേ കൊന്നത് ഭീമൻ തന്നെ. നിങ്ങൾക്കൊരു സസ്പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവള് തന്നെയാ. ഇത് കേട്ട് ശാന്ത അവളെന്തിന് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ചിലർക്ക് അങ്ങനെയാ, അവരൊക്കെ വലിയ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ബന്ധുക്കളെ അടുപ്പിക്കില്ല, താഴ്ന്ന ബന്ധുക്കളാണെങ്കിൽ പിന്നെ അടുപ്പിക്കുകയേ ഇല്ല. അവള് വലിയ ചീഫ് ഡിസൈനർ അല്ലേ, നിങ്ങൾ സാധാ തൊഴിലാളികൾ. അവൾക്ക് കൃഷ്ണനോട് അടുപ്പമുണ്ട്, നിങ്ങൾ അവളുടെ അമ്മായിമാരാണെന്നൊക്കെ പറയാൻ അവൾക്ക് കുറച്ചില് കാണും. അതുപോലെ അവളുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം.
അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പൊട്ടിക്കുമെന്ന് അവൾക്ക് പേടി കാണും. നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സമാധാനമായല്ലോ. അങ്ങനെ കൃഷ്ണനോട് പറഞ്ഞ് മാനസയെ വച്ചൊരു കളി കളിച്ചതാണ് ആ കൺമണി. ഇപ്പൊ എന്തായി, വരുമാനവും നിലച്ചു, വീടും പോകാൻ പോകുന്നു. സുലോചന ആശങ്കയോട് ചോദിക്കുന്നുണ്ട്, വീട് ഇനി ആ കരീം സാഹിബ് കൊണ്ടുപോകുമെന്ന്. വീടെങ്ങാനും പോയി കഴിഞ്ഞാലേ അവളെ ഞാൻ കൊല്ലും എന്ന് ശാന്തയും കലിപ്പോടെ പറയുന്ന കേട്ടിട്ട്, ആരെ കൊന്നിട്ടായാലും വീട് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്ക്. അതുപോലെ ആ കൺമണിയുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്ക് എന്നും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധനലക്ഷ്മി. അതിനുശേഷം കാണിക്കുന്ന ഭാഗ്യശ്രീ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സുമിത്രയോടും ബാലുവിനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ തോറ്റെന്ന് കരുതി നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണോ? തോൽക്കാൻ പോകുന്നത് നിങ്ങളാ. ഇന്നിപ്പോ ജയിലുദ്യോഗസ്ഥനെ സ്വാധീനിച്ച് എന്നെ തടഞ്ഞതാണോ ഇത്ര വലിയ വിജയമായെന്ന് കരുതി നിങ്ങൾ ആഘോഷിക്കുന്നത്? അത് സത്യത്തിലെ നിങ്ങളുടെ തോൽവിയാ. എന്നെ പേടിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാ. അമ്മ നോക്കിക്കോ, ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. ഏട്ടനോട് പറയും സാഗറും സുജാതയുമാണ് ഏട്ടന്റെ അച്ഛനും അമ്മയുമെന്ന്. അത് കേട്ട ഉടനെ സുമിത്ര ചിരിച്ചുകൊണ്ട് പറയും, നീ അത് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അവരെ കൊന്നിട്ടുണ്ടാവുന്നു. അവരുടെ മകനല്ല ബലരാമൻ, അന്തകന. സാഗറിന്റെ ചോരയ്ക്ക് വേണ്ടിയാ അവൻ ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട് ഭാഗ്യശ്രീ സുമിത്രയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരയാവാൻ കഴിയുന്നെന്ന്? ഞാൻ ക്രൂരയായതല്ലടി, എന്നെ ക്രൂരയാക്കിയതാ. ഞാൻ അനുഭവിച്ച പാഠങ്ങളാ എന്റെ ഹൃദയത്തെ കല്ലാക്കിയത്. എന്നാൽ നിങ്ങൾ ഇതുവരെ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ലെന്നും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും ഭാഗ്യശ്രീ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ തമ്മിലുള്ള മത്സരം. ആദ്യം ഒളിഞ്ഞും മറഞ്ഞു ആയിരുന്നെങ്കിൽ ഇപ്പൊ നേർക്ക് നേരെയാ യുദ്ധം. അമ്മ ഏട്ടനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഞാൻ രക്ഷപ്പെടുത്താനും. വിജയം ആർക്കാണെന്ന് അമ്മ കണ്ടോ എന്നിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ഭാഗ്യശ്രീ സുമിത്രയോട്. പിന്നീട് ഭാഗ്യശ്രീ കൺമണിയെ വിളിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്നും നാളെ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് കാണാൻ പറ്റുമെന്നും ചോദിക്കുമ്പോൾ കൺമണി വരാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്.